കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വേനൽക്കാല ഷെഡ്യൂളിൽ കൂടുതൽ സർവീസുകൾ. മാർച്ച് അവസാനത്തോടെ തുടങ്ങുന്ന വേനൽക്കാല ഷെഡ്യൂളിലാണ് കൂടുതൽ സർവീസുകൾ നടത്തുക. 21 അധിക സർവീസുകളാണ് ഷെഡ്യൂളിൽ ഉള്ളത്. അന്താരാഷ്ട്ര സെക്ടറുകളിലേക്ക് 12ഉം ആഭ്യന്തര സെക്ടറുകളിലേക്ക് 9ഉം സർവീസുകളാണ് നടത്തുക. ശൈത്യകാല ഷെഡ്യൂളിനേക്കാൾ 30% സർവീസുകൾ വർദ്ധിക്കും. ശൈത്യകാല ഷെഡ്യൂളിൽ പിൻവലിച്ച എല്ലാ റൂട്ടുകളിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കും. കുവൈത്ത്, ബഹ്റിൻ, ജിദ്ദ എന്നിവിടങ്ങളിലേക്ക് പുതിയ സർവീസുകളും റിയാദ്, ഷാർജ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് അധിക സർവീസുകളും ഉണ്ടാകും. അന്താരാഷ്ട്ര സർവീസുകൾ ആഴ്ചയിൽ 34-ൽ നിന്ന് 50-ആയി ഉയരും. ബംഗളൂരു, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് ആഭ്യന്തര സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തും. അബുദാബി, ഫുജൈറ, ദമാം, ദോഹ എന്നിവിടങ്ങളിലേക്ക് ഇൻഡിഗോയുടെ സർവീസുകളുണ്ടാകും. കുവൈത്തിലേക്ക് നിർത്തിവെച്ച സർവീസ് പുനരാരംഭിക്കും. ആഭ്യന്തര സെക്ടറിൽ നവി മുംബൈയിലേക്ക് ഇൻഡിഗോ പുതിയ സർവീസ് തുടങ്ങും. തിരുവനന്തപുരം, കൊച്ചി, ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്കും സർവീസുകളുണ്ട്. ശ്രീനഗർ, കൊൽക്കത്ത, പൂനെ, ഗോവ, റാഞ്ചി, ഗുവാഹത്തി, സൂറത്ത്, അഹമ്മദാബാദ്, ജയ്പൂർ, ലക്നൌ, വാരണാസി, വിശാഖപട്ടണം, ഭുവനേശ്വർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബംഗളൂരു, ഡൽഹി വഴി കണക്ഷൻ സർവീസുകളുണ്ടാകും. ഗൾഫ് മേഖലയിലെ യുദ്ധസാഹചര്യവും വ്യോമപാത അടച്ചിടുന്നതും കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുകയെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.